അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങൾ ഏതാണ്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ 30,000 പേരെ സ്വന്തം ജനങ്ങളെ കൊന്നു തള്ളിയ ഒരു കശാപ്പ് സംഘമാണ് ശരിക്കും ടെഹ്റാൻ അല്ലെങ്കിൽ ഇറാൻ ഭരിക്കുന്നത് എന്നുള്ളത് ലോകമെമ്പാടും നിശബ്ദതയോടെ നോക്കിക്കാണുന്നു. ക്യാമ്പസുകളിൽ റാലികളില്ല, തെരുവുകളിൽ പ്രക്ഷോഭങ്ങളില്ല, അക്രമങ്ങളില്ല, പത്രത്താളുകളിൽ എഴുതി മറിക്കുന്നില്ല, സ്റ്റുഡിയോകളിൽ വിറങ്ങലിക്കുന്നില്ല, അട്ടഹസിക്കുന്നില്ല, ഒന്നുമില്ല. ഏതാണ്ട് 40,000 പേരാണ് കൊല്ലപ്പെട്ടത് എന്ന് ഔദ്യോഗികമായി, അല്ലെങ്കിൽ ഔദ്യോഗികം എന്ന് പറഞ്ഞപ്പോൾ തന്നെ 5,000 എബോവ് ആയിട്ടുണ്ട്. ഇപ്പോൾ 5,000 എബോവ് എന്നൊരു ഔദ്യോഗികമായിട്ട് ഒരു കശാപ്പ് സംഘം തന്നെ പ്രസിദ്ധീകരിക്കുകയും അല്ലെങ്കിൽ സമ്മതിക്കുകയും അതിൽ തന്നെ ഒരു 2,500-3,000 പേരെ ഞങ്ങൾ തന്നെ മാർട്ടയേഴ്സ് ആയിട്ട് രക്തസാക്ഷികളായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ എമ്മാതിരിയുള്ള രക്തച്ചൊരിച്ചിലും കൊലപാതകങ്ങളുമാണ് അവിടെ നടന്നതെന്ന് ആലോചിച്ചു. ഏത് രീതിയിൽ അത് ഞാൻ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കൂടുതൽ വായിക്കുമ്പോൾ സത്യത്തിൽ ഇതെല്ലാം കണ്ടിട്ടും ഈ ലോകം ഇങ്ങനെ മൂകസാക്ഷിയായിട്ട് നിൽക്കുന്നു. ഒരു ലോകത്ത് ഒന്നും എന്തായിരുന്നു ഗാസയിൽ കണ്ടത്? ഗാസയിൽ ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗാസയിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ മരണങ്ങൾ ഇറാനിൽ സംഭവിച്ചു എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമ്മളതൊന്നും വെരിഫൈഡ് ആണ് എന്ന് പറയുന്നില്ല, പക്ഷെ ചില ഏജൻസികൾ 90,000 എന്നൊക്കെ പറയുന്ന ഇതുണ്ട്. എക്സാജറേറ്റഡ് കണക്കായിരിക്കാം ഒരു പക്ഷെ. ഇപ്പോൾ ഒരു സംഭവം നോക്കൂ, 12,000-നും 20,000-നും ഇടയ്ക്കെന്നായിരുന്നു ആദ്യം അത് സംബന്ധിച്ച് സംസാരിച്ചത്. അത് പിന്നെ 20,000 ആയി, പിന്നെ 36,500 ആയി, 40,000 ഒക്കെ ഇപ്പോൾ ഒരു കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് ആയിട്ടാണ് ആളുകൾ പറയുന്നത്. ഇറ്റ് ക്യാൻ ബി മോർ ദാൻ 50,000 എന്ന് പറയുന്ന ഒരുപാട് ഏജൻസികളും ഒക്കെ ഉണ്ട്. നമുക്കറിയില്ല ഇപ്പോഴും, കാരണം ഇപ്പോഴും അവിടെ നിന്ന് വിവരങ്ങൾ പുറത്തു വരുന്നില്ല. അതിനകത്ത് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഈ പ്രക്ഷോഭർക്ക് നേരെ ചുമ്മാതെ വെടിവെച്ചിട്ട് തീരുന്നവർക്ക് ഈ തിരകൾ വീണ്ടും അതിൻ്റെ ഇത് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുക, വീണ്ടും നിറയ്ക്കുക, വീണ്ടും വെടിവെക്കുക. അതിനുശേഷം തെരുവ് വിജനമാകുമ്പോൾ ഈ വെടികൊണ്ടുപോയവരെ ആരെങ്കിലും എടുക്കാൻ ചെല്ലുകയാണെങ്കിൽ അവരെ വെടിവെക്കുക. എന്നിട്ട് ഹോസ്പിറ്റലുകളിൽ ചെന്നിട്ട് വെടിയേറ്റ് അല്ലെങ്കിൽ പരിക്കേറ്റ് കിടക്കുന്നവരെ അവിടെ എല്ലാ വാർഡുകളിലും ചെന്നിട്ട് നിറയൊഴിച്ച് കൊല്ലുക. ഡോക്ടർമാര് സഹായിക്കാൻ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവരെയും കൊല്ലുക. ഏറ്റവും കൂടുതൽ ആശുപത്രിയിലാണ് കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത്, പരിക്കേറ്റ് ചെല്ലുന്നവരെ. എന്നുവെച്ചാൽ ആര് എന്തൊന്നും ഇല്ല. ഒരു ഭരണം നിലനിർത്താനായിട്ട്, ഒരു മതഭരണം നിലനിർത്താനായിട്ട് നരനായാട്ടം എന്നൊക്കെ പറയുന്നത് നമ്മൾ വെറുതെ പലപ്പോഴും എക്സാജറേറ്റ് ചെയ്താൽ സംസാരിക്കുന്നത്. ജനോസൈഡ് എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിക്കുന്നില്ല, ബോംബിങ്ങിൽ ആളുകൾ കൊല്ലപ്പെടുന്നതൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ ഇത് അങ്ങനെ ആയിരുന്നില്ല. ഇത് ഓരോ ആശുപത്രി കിടക്കയിലും ചെന്നിട്ട് ആളുകൾ പല ആശുപത്രി കിടക്കകളും കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് വെടിയുണ്ടയുടെ തുളയേറ്റ ഭാഗങ്ങൾ കാണാൻ കഴിയും. അമ്മാതിരി ഒരു ക്രാക്ക് ഡൗൺ ആണ് അവിടെ കഴിഞ്ഞത്. അപ്പൊ അതാണ് 4ാമത്തെ ഒരു ഇതായിട്ട് വെച്ചിട്ടുള്ളത്.